ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ മാധ്യമ സംവാദ പരിപാടി ഇന്ന് ദില്ലിയിലാണ്. ഫോറിൻ കറസ്പോണ്ടൻസ് ക്ലബ് ഓഫ് സൗത്ത് ഏഷ്യയിലാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. വെർച്വലായി നടക്കുന്ന പരിപാടിയിൽ ഭാവി പദ്ധതികളെക്കുറിച്ചും ബംഗ്ലാദേശിലേക്കുള്ള മടങ്ങിവരവിനെക്കുറിച്ചും ഷെയ്ഖ് ഹസീന സംസാരിക്കുമെന്നാണ് പ്രതീക്ഷ. പരിപാടിയുമായി കേന്ദ്ര സർക്കാരിന് യാതൊരു ബന്ധവുമില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. നോബൽ മാരിക്കാർ നൽകും വിശദാംശങ്ങൾ. നോബൽ, ഇന്ത്യയിലെത്തിയ ശേഷമുള്ള ആദ്യ പ്രതികരണമാണ്. ഷെയ്ഖ് ഹസീനയുടെ പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണോ പ്രതീക്ഷിക്കുന്നത്? ഒപ്പം ഈ പരിപാടി കണക്കിലെടുത്ത് വൻ സുരക്ഷയാണോ ഒരുക്കിയിട്ടുള്ളത്? കീർത്തന, ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ എത്തിയിട്ട് 2 വർഷം തികയാണ്. ആ ദിവസമാണ് എന്താണെങ്കിലും മാധ്യമങ്ങൾക്ക് മുന്നിൽ ഷെയ്ഖ് ഹസീന വീണ്ടും എത്തുന്നത്. ഇതുവരെ ഇത്തരത്തിൽ ഒരു പ്രതികരണവും നടത്തിയിരുന്നില്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വാർത്താ ഏജൻസിക്ക് മാത്രമാണ് 2 വർഷ കാലയളവിൽ ആകെ ഒരു പ്രതികരണം നൽകിയത്. ബംഗ്ലാദേശിലേക്ക് മടങ്ങുമെന്നും അവിടെ നിയമ നടപടികൾ നേരിടും എന്നുമാണ് ഷെയ്ഖ് ഹസീന അന്ന് പ്രഖ്യാപിച്ച. അക്കാര്യത്തിലൊരു ഔദ്യോഗിക പ്രഖ്യാപനം ഇന്നിപ്പോൾ ഈ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഫോറിൻ കറസ്പോണ്ടൻസ് ക്ലബ്ബിലാണ് ഇന്നിപ്പോൾ വാർത്താ സമ്മേളനം ഓൺലൈനായി നടക്കുന്നത്. കാരണം സുരക്ഷാ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ നേരിട്ട് എത്തുന്നില്ല, മറിച്ച് ഓൺലൈനായാണ് ഈ വാർത്താ സമ്മേളനം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അതേസമയം ഇത്തരത്തിൽ ഈ വാർത്താ സമ്മേളനത്തെ അതീവ ഗൗരവത്തോടെയാണ് ബംഗ്ലാദേശ് കാണുന്നത്. ധാക്കയിൽ ഇതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ മാധ്യമങ്ങളോട് ഇത് പ്രദർശിപ്പിക്കരുത്, സംരക്ഷണം ചെയ്ത നിർദ്ദേശം സർക്കാർ അവിടുത്തെ ഭരണകൂടം നൽകിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. നിലവിൽ ഈ നടത്തുന്ന വാർത്താ സമ്മേളനവുമായി ഒരു ബന്ധവും ഇല്ല എന്നാണ് ഇന്ത്യ ഇക്കാര്യത്തിൽ വ്യക്തമാകുന്നത്. പ്രത്യേകിച്ച് ഷെയ്ഖ് ഹസീനയെ ചൊല്ലി ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധത്തിൽ വലിയ വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ട്. നിലവിൽ വധശിക്ഷയ്ക്ക് വിധിച്ച ഷെയ്ഖ് ഹസീനയെ വിട്ടു നൽകണം എന്നാണ് ബംഗ്ലാദേശിന്റെ ആവശ്യം. ഈ ആവശ്യം പല ഘട്ടങ്ങളിൽ ഇന്ത്യക്ക് മേൽ അവർ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അക്കാര്യത്തിൽ ഇതുവരെ ഇന്ത്യ നിലപാട് എടുക്കാത്ത പശ്ചാത്തലം കൂടിയുണ്ട്. അതിനിടെയാണ് താൻ അങ്ങോട്ട് തിരിച്ച് ബംഗ്ലാദേശിലേക്ക് മടങ്ങും എന്ന നിലപാട് ഷെയ്ഖ് ഹസീന ഒരുപക്ഷെ ഇന്ന് പ്രഖ്യാപിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിലവിലത്തെ ഈ വാർത്താ സമ്മേളനവുമായി ഇന്ത്യക്ക് ഒരു ബന്ധമോ അല്ലെങ്കിൽ താല്പര്യങ്ങളോ ഇല്ല എന്ന് വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. എന്താണെങ്കിലും വൈകിട്ട് 6 മണിക്കാണ് വാർത്താ സമ്മേളനം നിശ്ചയിച്ചിരിക്കുന്നത്. ഷെയ്ഖ് ഹസീന എന്താണ് പറയാൻ പോകുന്നത്? തിരിച്ച് ബംഗ്ലാദേശിലേക്ക് പോയി അവിടെ നിയമ നടപടി നേടുക എന്ന് പറഞ്ഞ് നിലവിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളാണ് അവിടെ ഷെയ്ഖ് ഹസീന എന്ന് പറയുന്ന മുൻ പ്രധാനമന്ത്രി കൂടിയാണ്. എന്താണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട അവരുടെ ഒരു യാത്ര, അതുമായി ബന്ധപ്പെട്ട മറ്റു നടപടികളുടെ കാര്യത്തിൽ ഒരു വ്യക്തത ഇന്നിപ്പോൾ ഈ വാർത്താ സമ്മേളനത്തിൽ ഷെയ്ഖ് ഹസീന വരുത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഷെയ്ഖ് ഹസീനയുടെ പ്രഖ്യാപനങ്ങൾ എന്താകുമെന്നുള്ളതാണ് ആകാംക്ഷ. നോബൽ മാരിക്കാരനാണ് വിശദാംശങ്ങൾ നൽകിയത്.